ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. എല്ലാവരും കാത്തിരുന്ന കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയുന്നത്. നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ്, എങ്ങനെ അപ്ലൈ ചെയ്യാം, സ്റ്റഡി പ്ലാൻ, ഇതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ബ്രീഫായിട്ട് പറയുന്നത്. ഓക്കെ, കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ, ഇത് രണ്ട് കാറ്റഗറീസിലായിട്ടാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. 382/2025, 383/2025. ഈ രണ്ട് കാറ്റഗറീസിലേക്കും എനി ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഏജ് ലിമിറ്റ് 18 to 36 വയസ്സ് വരെയാണ് ജനറൽ ആയിട്ടുള്ള എല്ലാവർക്കും. പിന്നെ ചില കാസ്റ്റിന് ഏജ് റിലാക്സേഷൻ ഉണ്ട്, അവർക്ക് ആ റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, അതായത് 2/1/1989 1/1/2007 ഇടയിൽ ജനിച്ച ഏതെങ്കിലും ഡിഗ്രി ഉള്ള എല്ലാവർക്കും ഈ രണ്ട് പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ പ്രത്യേകത, ഈ ഒരു പരീക്ഷ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ക്ലിയർ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോലി സാധ്യത വളരെ കൂടുതലാണ്. അതായത് ഒത്തിരി പോസ്റ്റിലേക്കുള്ള കുറേ വേക്കൻസി ഉള്ള ഒരു പോസ്റ്റാണിത്. ഒരു ഡിഗ്രി ലെവൽ എക്സാം എഴുതുമ്പോൾ ഏറ്റവും കൂടുതലും വേക്കൻസി ഉള്ള ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് ഈ കമ്പനി ബോർഡ് അസിസ്റ്റൻ്റാണ്. ഒത്തിരി ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഇതിലെവിടെയെങ്കിലും ഒരു ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് KSFE, KSEB, KSRTC, അങ്ങനെ ഒത്തിരി ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോക്കുമ്പോൾ അറിയാൻ പറ്റും, ഒത്തിരി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഈ ഒരു പരീക്ഷ എഴുതി ക്ലിയർ ആയിക്കഴിഞ്ഞാൽ ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ എല്ലാവരും ഇത് നന്നായിട്ട് പഠിച്ച് എങ്ങനെയെങ്കിലും എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഡിഗ്രി ലെവലിലുള്ള ഒരു സ്റ്റാൻഡേർഡ് ജോബ് ഇതുവഴി ഉറപ്പിക്കാവുന്നതാണ്. ഓരോ കാറ്റഗറീസിനെയും പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പറയുവാണ്. നോട്ടിഫിക്കേഷൻ നോക്കിയിട്ട്, കാറ്റഗറി നമ്പർ 382/2025. ഈ കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പോസ്റ്റുകളാണ് ജൂനിയർ അസിസ്റ്റൻറ്റ്, കാഷ്യർ, അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2, ക്ലാർക്ക് ഗ്രേഡ് 1, ടൈം കീപ്പർ ഗ്രേഡ് 2, സീനിയർ അസിസ്റ്റൻറ്റ്, ജൂനിയർ ക്ലാർക്ക് മുതലായവ. ഇനി ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് ജോലി കിട്ടുന്ന സ്ഥാപനങ്ങളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. KSFE, KSEB, കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ്, കെൽട്രോൺ, കേരള സ്റ്റേറ്റ് കാഷ്യൂ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, മലബാർ സിമൻസ്, കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, കേരള ആഗ്രോ മെഷീനറി കോർപ്പറേഷൻ, ട്രാവൻകൂർ ടൈറ്റാനിയം പ്രോഡക്ട്സ് ലിമിറ്റഡ്, കേരള ലാൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്, വികസന അതോറിറ്റികൾ, കെൽട്രോൺ കമ്പോണൻറ്റ് കോംപ്ലക്സ് കണ്ണൂർ, കേരള വാട്ടർ അതോറിറ്റി, കേരള പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ മുതലായവ. ഈ സ്ഥാപനങ്ങളിലായിരിക്കും ജോലി കിട്ടുന്നത്. ശമ്പളം, അതത് കമ്പനി ഓർ കോർപ്പറേഷൻ ഓർ ബോർഡ് നിശ്ചയിച്ചിട്ടുള്ള ശമ്പള നിരക്ക്. ഒഴിവുകളുടെ എണ്ണം, പ്രതീക്ഷിത ഒഴിവുകൾ. അതായത് ഇപ്പോൾ ഒഴിവുകളുടെ എണ്ണം കറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ല, കാരണം അതിൽ വേരിയേഷൻ വരും. റിട്ടയർമെൻറ്റ്, പ്രൊമോഷൻ ഒക്കെ വരുമ്പോഴത്തേനും ഒഴിവുകളുടെ എണ്ണം കൂടും. നിയമന രീതി, നേരിട്ടുള്ള നിയമനം. പ്രായപരിധി 18 to 36. പിന്നെ റിസർവേഷനുള്ള കാറ്റഗറിക്ക് ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. യോഗ്യതകൾ, അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ലഭിച്ച BA ഓർ BSc ഓർ BCom ബിരുദം അല്ലെങ്കിൽ തത്തുല്യം. അതായത് എനി ഡിഗ്രി, ഏതെങ്കിലും ഡിഗ്രിയാണ് ഇതിൻ്റെ യോഗ്യത. കാറ്റഗറി നമ്പർ 383/2025. ജൂനിയർ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2, LD ക്ലർക്ക്, ഫീൽഡ് അസിസ്റ്റൻറ്റ്, ഡിപ്പോ അസിസ്റ്റൻറ്റ് മുതലായവ.
ഈ പോസ്റ്റിലേക്കാണ് ഈ കാറ്റഗറിയിലൂടെ അപ്ലൈ ചെയ്യുന്നത്. സ്ഥാപനങ്ങൾ, അതായത് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തവർക്ക് നിയമനം ലഭിക്കുന്നത് ഈ സ്ഥാപനങ്ങളിൽ ഏതെങ്കിലും ഒന്നിലായിരിക്കും. അതാണ് KSRTC, കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡ്, സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഫോർ SC&ST ലിമിറ്റഡ്, കേരള ആർട്ടിസാൻസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്, സിഡ്കോ, ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻ കേരള ലിമിറ്റഡ്, ഔഷധി, ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ്, KSFDC, യുണൈറ്റഡ് ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡ്, കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡ്, കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ്, കേരള ഹെഡ് ലോഡ് വർക്കേഴ്സ് വെൽഫെയർ ബോർഡ്, കേരള ലേബർ വെൽഫെയർ ഫണ്ട് ബോർഡ്, കേരള മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡ്, കേരള ടോഡി വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡ്, കേരള സ്റ്റേറ്റ് ബാംബു കോർപ്പറേഷൻ ലിമിറ്റഡ്, മറ്റ് വെൽഫെയർ ഫണ്ട് ബോർഡുകൾ മുതലായവ. ശമ്പളം, അതത് കമ്പനി ഓർ കോർപ്പറേഷൻ ഓർ ബോർഡ് നിശ്ചയിച്ചിട്ടുള്ള ശമ്പള നിരക്ക്. ഒഴിവുകളുടെ എണ്ണം, പ്രതീക്ഷിത ഒഴിവുകൾ, ഇതൊക്കെ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ. നിയമന രീതി, നേരിട്ടുള്ള നിയമനം, പ്രായപരിധി 18 to 36. റിസർവേഷൻ കാറ്റഗറിക്കാണെങ്കിൽ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. യോഗ്യതകൾ, അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ലഭിച്ച BA ഓർ BSc ഓർ BCom ബിരുദം അല്ലെങ്കിൽ തത്തുല്യം, അതായത് എനി ഡിഗ്രി, ഏതെങ്കിലും ബിരുദം. അപ്പോൾ ഈ 2 പോസ്റ്റിലേക്കും എല്ലാവരും അപ്ലൈ ചെയ്യുക. ഒരുപാട് ഒഴിവുകളുള്ള പോസ്റ്റാണ്. ഒരു ജോലി എന്തായാലും ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റ് തന്നെ ആണിത്. ഡിഗ്രി ലെവലിലുള്ള നല്ലൊരു സ്റ്റാൻഡേർഡ് ജോബ് ഇതുവഴി കിട്ടുന്നതാണ്. നിങ്ങളോട് പറയുന്നത്, കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിനും കമ്പനി ബോർഡ് LGSനും വേണ്ടി സ്റ്റഡിവിൻ PSC വളരെ ചെറിയ ഫീസിൽ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസാണ് പറയുന്നത്. കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് ഫീസ് 100 രൂപയേ ഉള്ളൂ. പ്രിലിംസ് എക്സാം തീരുന്ന ദിവസം വരെ ക്ലാസ് ഉണ്ടായിരിക്കും. ഇവിടെ ക്ലാസ് നടക്കുന്നത് ക്വിസ് മോഡലിലായിരിക്കും. അതായത് ആഴ്ചയിലെ 5 ദിവസത്തിൽ ഓരോ ദിവസവും ഡിഗ്രി ലെവൽ GK ആൻഡ് കറണ്ട് അഫയേഴ്സ് ക്വിസ് രൂപത്തിലുള്ള 25 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരാഴ്ചയാകുമ്പോൾ 125 ചോദ്യങ്ങൾ പഠിക്കും. GK ആൻഡ് കറണ്ട് അഫയേഴ്സ് ക്വിസ് രൂപത്തിൽ പഠിച്ചിരിക്കും. അങ്ങനെ പ്രിലിംസ് എക്സാം തീരുന്ന ദിവസം വരെ ആയിരിക്കും. 100 രൂപ മാത്രമേ ഫീസുള്ളൂ. അടുത്തത് കമ്പനി ബോർഡ് LGS മാത്സിന് വേണ്ടിയിട്ടുള്ള കോഴ്സാണ്. കമ്പനി ബോർഡ് LGSൻ്റെ നോട്ടിഫിക്കേഷൻ ഈ മാസം 30-ാം തീയതി വരും, അതായത് അടുത്ത ആഴ്ച. അപ്പം കമ്പനി ബോർഡ് LGS മാത്സ് കോഴ്സിൻ്റെ ഫീസ് 500 രൂപയാണ്. അതായത് പ്രിലിംസ് എക്സാം തീരുന്ന ദിവസം വരെ ആയിരിക്കും ക്ലാസ്സുകളുള്ളത്. ഫീസ് 500 രൂപ മാത്രമേ ഉള്ളൂ. ടോപ്പിക്ക് വൈസ് ക്ലാസ്സുകളും പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസും ആ ക്ലാസ്സിലൂടെ പഠിക്കുന്നതാണ്. താല്പര്യമുള്ളവർ ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ടെലഗ്രാം ചാനലിലൂടെ എനിക്കൊരു പേഴ്സണൽ മെസ്സേജ് അയയ്ക്കുക. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ച് ജോയിൻ ചെയ്യാൻ നോക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഈ വീഡിയോയുടെ താഴെയുള്ള ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ.